വാതിൽ കുറ്റിയിട്ട ശേഷം ഷാഫി അവളുടെ മുന്നിലേക്ക് നിന്ന് കൊണ്ട് ചോദിച്ചു, അല്ല, നിന്റെ വിചാരം എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിയില്ലെന്നാണോ? ഞാനിവിടെ ആദ്യമായി വന്നിട്ട് നിങ്ങൾ എന്നോട് കാണിച്ച മര്യാദകൾ എല്ലാം എന്തായിരുന്നു? ആ ഡൈനിങ് ഹാളിൽ ഇവിടെ വന്നതു മുതൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ തുടങ്ങിയതാണ് ഞാൻ. നീ പോലും വന്നില്ല ഒന്ന് സംസാരിക്കാൻ. ഞാൻ ആദ്യമായി വരുന്ന വീടല്ലേ ഇത്? അത് മനസ്സിലാക്കാൻ ഇവിടെ ആർക്കും ബുദ്ധിയില്ലേ? ഞാൻ വരുന്ന ദിവസം തന്നെ എന്തെങ്കിലും അത്യാവശ്യമുണ്ടായിട്ടായിരിക്കാം നിന്റെ ഉപ്പ പുറത്തു പോയതും ഞാൻ വരുമ്പോൾ ഇവിടെ ഇല്ലാതിരുന്നതും സ്വാഭാവികമാണ്. പക്ഷേ നിന്റെ ഉപ്പാക്ക് പോയി വന്ന ശേഷം എൻ്റെ അടുത്തിരുന്ന് കുറച്ചു നേരം സംസാരിക്കാൻ വയ്യേ? അതാണോ മര്യാദ? നിങ്ങൾ വാപ്പയും മക്കളും വാതിലടച്ച് അകത്ത് എന്തെടുക്കുകയായിരുന്നു? ഞാൻ നിങ്ങളോടൊക്കെ എന്താണ് ചെയ്തത്? നോക്ക്, ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ ഇട്ട് വന്ന ഡ്രസ്സാണ് ഇരിക്കുന്നത്. മാറണോ എന്ന് ഇതുവരെ ചോദിക്കാത്ത നീയാണോ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരുന്നത്? പൈസ ഉണ്ടായാലും ഇല്ലെങ്കിലും മര്യാദയും ബഹുമാനവും അതാർക്കും ഉണ്ടാക്കാം. എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. ഷാഫിയുടെ സംസാരത്തിലെ ഗൗരവം മനസ്സിലാക്കിയ അവൾ പെട്ടെന്ന് അലമാര തുറന്ന് ലുങ്കിയും ഷർട്ടും എടുത്തു കൊടുത്തു. കൂടുതലൊന്നും പറയാതെ അത് വാങ്ങി ധരിച്ച അവൻ ബെഡിലേക്ക് കിടക്കാൻ ഒരുങ്ങുമ്പോൾ ഫർസാന പറഞ്ഞു, നിങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് കിടന്നാൽ 6:30 എഴുന്നേൽക്കണം. അതെന്തിന് എന്ന് ചോദിച്ചതും അവൾ പറഞ്ഞു, ഉപ്പ ആ സമയത്താണ് ചായ കുടിക്കുക, നിങ്ങളും അപ്പോൾ കുടിക്കണം. നിന്റെ ഉപ്പ സുബഹിക്ക് ചായ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാനെന്തിന് ആ സമയത്ത് തന്നെ കുടിക്കണം? ഉപ്പയോട് കുടിക്കാൻ പറ. ഞാൻ 8 മണിക്ക് എഴുന്നേൽക്കൂ. എനിക്കാരും പേടിക്ക് വേണമെന്നില്ല. നിങ്ങൾ എന്ത് സാധനമാണ്? എന്നെ വല്ല മര്യാദ പഠിപ്പിക്കാൻ പറ്റും? ഞാൻ മര്യാദക്കേട് കാണിച്ചില്ലല്ലോ. ഉപ്പ കഴിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കഴിക്കണം. അതെന്ത് വർത്താനം ആണ്? ഞാൻ നിനക്ക് കഴിക്കേണ്ട സമയത്താണ് കഴിക്കുക. ഒരു വീട്ടിൽ വിരുന്ന് വന്നാൽ ആ വീട്ടിലെ നിയമങ്ങൾ വന്നവർക്ക് അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റില്ല. കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നിയതോടെ അവൾ പിറുപിറുത്തും കൊണ്ട് പുറത്തേക്ക് പോയി. എന്തെങ്കിലും ചെയ്യട്ടെ എന്ന മട്ടിൽ ഷാഫി ബെഡിലേക്ക് കിടന്നു. റൂമിൽ നടന്നതൊക്കെ വീട്ടുകാരോട് പറഞ്ഞത് പോലെ അവൾ വന്നതും മുഖം ശ്രദ്ധിച്ചപ്പോൾ വല്ലാത്ത ദേഷ്യം അവളുടെ മുഖത്ത് കാണുന്നുണ്ട്. അങ്ങോട്ടേക്ക് കൂടുതൽ നോക്കാതെ മൊബൈലിൽ തന്നെ നോക്കി അങ്ങനെ കിടന്നപ്പോൾ അവൾ സമനില തെറ്റിക്കാൻ പാകത്തിൽ മറ്റൊരു പ്രവൃത്തി കാണിക്കാൻ ഒരുങ്ങുന്നത് ഷാഫി കണ്ടു.